അധ്യായം 32. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാവംശത്തിൽ ബൂസ്യനായ ബറഖേലിന്റെ മകൻ ഏലീഹുവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. അവന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായികൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവർ തന്നേക്കാൾ പ്രായമുള്ളവരാകൊണ്ട് ഏലീഹു ഇയ്യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ 3 പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് ഏലീഹുവിന്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ബൂസ്യനായ ബറഖേലിന്റെ മകൻ ഏലീഹു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവരെന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. ഇയ്യോബിന് ബോധം വരുത്തുവാനോ അവന്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല. ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു, മനുഷ്യനല്ല ദൈവമത്രേ അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്റെ നേരെയല്ലല്ലോ അവൻ തന്റെ മൊഴികളെ പ്രയോഗിച്ചത്. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല. അവർ പരിഭ്രമിച്ചിരുന്നു, ഉത്തരം പറയുന്നില്ല. അവർക്ക് വാക്കുമുട്ടിപ്പോയി. അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കാകിയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എന്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു. എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എന്റെ ഉള്ളം അടച്ചുവച്ച വീഞ്ഞുപോലെ ഇരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. എന്റെ അധരം തുറന്ന് ഉത്തരം പറയും. ഞാൻ ഒരുത്തന്റെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എന്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും.